ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു അല്ലേ. എങ്ങനെയാണ് ഫോർമുല വെച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ലോജിക്ക് വെച്ച് നമ്മളത് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു, നമ്മൾ അവിടെ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ പറ്റിയാണ്. ഞാൻ പറഞ്ഞത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ആ പേര് പറയുന്നത് പോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. യാതൊരു കോംപ്ലക്സിറ്റികളും അവിടെ ഇല്ല. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഫോർമുല വെച്ചും നമ്മൾ ചെയ്തു, പിന്നെ നമ്മുടെ ലോജിക്കൽ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്തു. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് പലിശയായിട്ട് തിരിച്ചു കിട്ടുക എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അത് ചെയ്യാനായിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വെറുതെ നമ്പർ ഓഫ് ഇയേഴ്സിനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും നമ്മൾ പഠിച്ചു അല്ലേ. 4 വർഷം 8%. നമ്മൾ ഉടനെ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളിപ്പോൾ എനിക്ക് പറഞ്ഞു തരും 32% പ്രിൻസിപ്പളിൻ്റെ പലിശ കിട്ടും. 6 വർഷം 7%. നിങ്ങൾ എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പറഞ്ഞു തരും 42% അവിടെ പലിശ കിട്ടുക എന്നുള്ള കാര്യമെല്ലാം നമ്മൾ വളരെ സെറ്റപ്പ് ആയിട്ട് എന്ത് ചെയ്തു, നമ്മൾ അവിടെ നിന്ന് പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കൺസെപ്റ്റ് ആണ്. അപ്പോൾ ആദ്യം എന്താണ് ഈ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഭീകരമായ കാര്യങ്ങളിലോട്ടെല്ലാം എന്ത് ചെയ്യില്ല, കടന്നു ചെല്ലാം. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ തന്നെ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും വിചാരിച്ചോ, ഒരാൾ 1000 രൂപ എന്ത് ചെയ്യാണ്, ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിച്ചു. ഒരാൾ 1000 രൂപ എന്ത് ചെയ്യാണ്, ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്ര ശതമാനമാണ് അസ്യൂം ചെയ്യുക, 20% ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ അസ്യൂം ചെയ്യുക. അപ്പോൾ ഇയാൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വർഷം ഇയാൾ കിട്ടുന്ന I4 ഇൻട്രസ്റ്റ്, I എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് എത്ര രൂപയായിരിക്കും, 200 രൂപയാണ് ഇയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുക. അതായത് ആദ്യത്തെ വർഷം കഴിഞ്ഞ് ഇയാളത് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ കിട്ടുന്ന എമൗണ്ട് എത്രയായിരിക്കും, 1200 രൂപയായിരിക്കും അല്ലേ. എമൗണ്ട് ഈസ് ഈക്വൽ ടു എന്താ നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ എന്ത് കിട്ടും, 1200 കിട്ടുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നു അടുത്തെങ്കിൽ നമ്മളിനി വീണ്ടും ഇവിടെ ഞാൻ എന്ത് തന്നെ എഴുതുക, ഇതേ 1000 തന്നെയാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, എഴുതാൻ പോകുന്നത്. പക്ഷെ അവിടെയാണ് എന്ത് വരുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ വ്യത്യാസം വരുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ തൊട്ടടുത്ത വർഷത്തേക്ക് പ്രിൻസിപ്പലായിട്ട് പോകുന്നത് ഇനി ഏതാണ്, ഈ എമൗണ്ട് ആയിട്ടുള്ള 1200 രൂപയാണ്. അതായത് എനിക്ക് എത്ര രൂപ പലിശ കിട്ടും, 1200ൻ്റെ 20% പലിശ കിട്ടും. 1200 20% എന്ന് പറയുമ്പോൾ എത്ര വരും, 240 രൂപ പലിശ കിട്ടും. അതായത് 2ാം വർഷം കഴിയുമ്പോൾ എൻ്റെ എമൗണ്ട് എത്രയായിട്ട് മാറി, 1440 ആയിട്ട് മാറി അല്ലേ. ഇത് ആദ്യത്തെ വർഷം ഞാൻ വിഡ്രോ ചെയ്യെങ്കിൽ കിട്ടുന്ന പലിശയാണ്. ഇത് 2ാമത്തെ വർഷം ഞാൻ വിഡ്രോ ചെയ്യെങ്കിൽ കിട്ടുന്ന പലിശയാണ്. ഞാൻ വിഡ്രോ ചെയ്തില്ല, ഞാൻ അവിടെ തന്നെ വെച്ചു. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷത്തേക്ക് 3rd ഇയറിലേക്ക് എൻ്റെ പ്രിൻസിപ്പൽ എത്രയായിട്ട് മാറി, ഈ 1440 ആയിട്ട് മാറി. ഇതാണ് SI യും CA തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. SIയിലെ പ്രിൻസിപ്പൽ എന്താണോ അത് തന്നെയാണ് കിട്ടുക. ഇൻട്രസ്റ്റ് ഇപ്പോൾ 200 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 10 കൊല്ലട്ടാലും 50 കൊല്ലട്ടാലും ആ 200 തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എന്ത് സംഭവിക്കും, ഓരോ വർഷവും പ്രിൻസിപ്പൽ മാറുന്നത് കൊണ്ട് ഇൻട്രസ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വർഷം ഇപ്പോൾ എന്താ കിട്ടാൻ പോകുന്നത്, ഈ വർഷം 1440ൻ്റെ 20% കിട്ടും. അതായത് 288 രൂപ കിട്ടും. 1400 200 1600 1680 1720 8 1228 രൂപ എപ്പോൾ കിട്ടും, 3ാമത്തെ വർഷം വിഡ്രോ ചെയ്താൽ കിട്ടും. ഞാൻ വിഡ്രോ ചെയ്യുന്നില്ല, ഞാൻ വീണ്ടും അവിടെ തന്നെ ഇടുകയാണ്. കഴിഞ്ഞു. SIയിൽ ഞാൻ പറഞ്ഞതുപോലെ 4ാമത്തെ വർഷത്തോടെ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. 1728 രൂപ ഞാൻ അവിടെ ഇട്ടു. ഇതിൻ്റെ 20% 172.8ൻ്റെ ഡബിൾ അല്ലേ, 172 344 345.6 1.6 എക്സ് വരും, 345.6 1728 പ്ലസ് 345 2000 2040 2060 2073.6 രൂപ എവിടെ കിട്ടും, 4ാമത്തെ വർഷം കഴിയുമ്പോഴും കിട്ടും. അപ്പോൾ ഐഡിയ മനസ്സിലായി എന്താണ് SI യും CA യും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്നുള്ളത്. എന്ത് കിട്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. 1000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, 20% പലിശ 200 1200 കിട്ടി. തൊട്ടടുത്ത വർഷം 1200 ആയി, 240 രൂപ പലിശ കിട്ടി, 1440 കിട്ടി. ഇങ്ങനെ എന്ത് സംഭവിക്കും, കൂടി 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 ഇവിടെ എങ്ങോട്ട് പോകും, CAയിൽ പോകും. പക്ഷേ നമ്മൾ SI സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു, എല്ലായിടത്തും ഇവിടെ പ്രിൻസിപ്പൽ ആയിരം തന്നെയായിരുന്നു. ഇവിടെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എല്ലാ വർഷവും എന്ത് തന്നെയായിരുന്നു, 200 തന്നെയായിരുന്നു. അതിലൊന്നും മാറ്റില്ല. അപ്പോൾ ഇതാണ് SI യും CA യും തമ്മിലുള്ള എന്തെന്ന് പറയുന്നത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദഹിക്കണം എന്നില്ല, പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, ഒന്ന് ശ്രദ്ധിച്ച് എന്ത് കിട്ടും, കാര്യങ്ങളുടെ ഒരു ഗ്രാസ്പ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ഇൻട്രസ്റ്റ് 200 രൂപയാണ് അല്ലേ. ഫസ്റ്റ് ഇയർ കിട്ടിയ ഇൻട്രസ്റ്റ് 200 രൂപയാണ്. സെക്കൻഡ് ഇയർ ആയപ്പോൾ എത്രയായി, 240 രൂപയായി. ഫസ്റ്റ് ഇയർ കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 200 രൂപയാണ്. 2ാമത്തെ വർഷത്തേക്ക് വന്നപ്പോൾ അത് 240 രൂപയായി. എത്ര രൂപ കൂടി, 40 രൂപ കൂടി. എത്ര രൂപ കൂടി, 40 രൂപ കൂടി. ഈ 40 എന്ന് പറയുന്നതാണ് സെക്കൻഡ് ഇയറിലേക്ക് എക്സ്ട്രാ വന്നിരിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ 40 രൂപ എക്സ്ട്രാ വന്നത്? ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾ സിമ്പിളായിട്ട് പറയും, ഫസ്റ്റ് ഇയർ കിട്ടിയ പലിശയായിട്ടുള്ള 200ൻ്റെ 20% എന്തെന്ന് പറയുന്നത് ഈ 40 എന്ന് പറയുന്നത്. അതായത്
ഫസ്റ്റ് ഇയർ 200 ആയിരുന്നു, സെക്കൻഡ് ഇയർ വന്നപ്പോൾ 240 40 രൂപയാണ് സെക്കൻഡ് ഇയറിലെ പലിശ അധികം കിട്ടിയത്. ആ 40 രൂപ വന്നത് എവിടെ നിന്നാണ്? പലിശയുടെ പലിശ 200ൻ്റെ 20%. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കൂട്ടുപലിശ എന്ന് പറയുന്നത്, ഇത്രയേ ഉള്ളൂ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പലിശയ്ക്കും കൂടി എന്ത് കിട്ടും? പലിശ കിട്ടും. അടുത്ത വർഷത്തെ നിങ്ങൾ എടുത്തോ, 240 നിന്ന് 288 വന്നപ്പോൾ എത്ര രൂപ അധികം കിട്ടി? 48 രൂപ അധികം കിട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടി. 48 എന്ന് പറയുന്നത് എന്താണ്? 240ന് 20%. അതാണ് ഇവിടെ കിട്ടി. 240 + 48 288 എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിക്കോ, 288 നിന്ന് 345.6 വരുമ്പോൾ 45 12 57.6 അല്ലേ? ഈ 57.6 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 288ൻ്റെ 20% അല്ലേ? അപ്പോൾ പലിശയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൂട്ടുപലിശ എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ഐഡിയ ഒന്ന് മനസ്സിൽ വെക്കുക. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പ്രോബ്ലംസിൽ ഞാനത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അത് മനസ്സിലായെങ്കിൽ നന്നായി. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആനയൊന്നുമല്ല. എന്താണ് സംഭവം? പലിശയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സെറ്റല്ലേ? ഇനി ഇങ്ങനെ എഴുതിയതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റിയും റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ 1000 രൂപ ആദ്യത്തെ ആൾ 20% പലിശയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തു, 20% ഇൻട്രസ്റ്റ് 20 കിട്ടി, 1200 ആയി. 1200 ഇവിടെ നമ്മൾ എടുത്തു അല്ലേ? 1200. അടുത്ത വർഷത്തേക്ക് നമ്മൾ വീണ്ടും 20%ന് ഞാനവിടെ ഇൻവെസ്റ്റ് ചെയ്തു. 1200ൻ്റെ 20% എത്ര വരും? 1000ൻ്റെ 20% 200 വരും. 1200ൻ്റെ 20% 240 വരും അല്ലേ? എത്രയായിട്ട് മാറി? 1440 ആയിട്ട് മാറി. എഗെയിൻ 1440ൻ്റെ 20% എത്ര വരും? 288 വരും. ആൻസർ എത്ര വരും? 1728 വരും. ഇങ്ങനെ എന്ത് ചെയ്യാം? ചെയ്ത് പോവാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? നമ്മൾ പേഴ്സൻറ്റേജിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇഫക്റ്റീവ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം 20% കൂടി, പിന്നെ 10% കൂടി, പിന്നെ 30% കൂടി എന്നൊക്കെ പറയുന്ന പ്രോബ്ലംസ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതേ കാര്യം തന്നെയാണ് എവിടെയും ചെയ്യാനുള്ളത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും ചെയ്യാനുള്ളത്. ആ മെത്തേഡിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു സാധാരണ പരിപാടി ഉണ്ടല്ലോ, അതായത് ഫോർമുല എന്ന് പറയുന്ന പരിപാടി ഞാൻ എന്ത് ചെയ്യാം? ഒന്ന് പറഞ്ഞുതരാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കാണാനുള്ള ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ P × 1 + R/100 n ആണ്. എല്ലാ ടേംസും അറിയാം അല്ലേ? P എന്താണ്? P പ്രിൻസിപ്പിളാണ്. R എന്താണ്? R റേറ്റ് ആണ്. N നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അപ്പോൾ തന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതൊന്ന് ശ്രദ്ധിക്കണേ. എസ്ഐയുടെ ഫോർമുല നമ്മൾ പറഞ്ഞപ്പോൾ PNR/100 ഞാൻ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ കണ്ടുപിടിക്കുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. PNR/100 നമ്മൾ കണ്ടുപിടിച്ചത്. ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? എമൗണ്ട് ആണ്. P × 1 + R/100 നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കണ്ടുപിടിക്കുന്നത്. എമൗണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? പ്രിൻസിപ്പിളും ഇൻട്രസ്റ്റും ഉണ്ട്. അപ്പോൾ ഫോർമുല നമുക്ക് വെച്ച് പ്രോബ്ലം നമുക്ക് ചെയ്യാം. അടുത്തതിലൂടെ നമുക്ക് പോകുമ്പോൾ പ്രോബ്ലത്തിൻ്റെ സെക്ഷനിൽ എത്തുമ്പോൾ നമുക്ക് ചെയ്യാം. അടുത്ത നമുക്ക് നോക്കാനുള്ളത് പാസ്കൽ ട്രയാങ്കിളിനെ പറ്റിയാണ്. എന്താണ് പാസ്കൽ ട്രയാങ്കിൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് പാസ്കൽ ട്രയാങ്കിൾ പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം എടുക്കാം. ഒരു പ്രോബ്ലം എടുത്തിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. അതായത് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നതാണ് 5000 രൂപ 2 വർഷത്തേക്ക് 10% പലിശയിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും എന്ന് കാണാൻ പറഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പാസ്കൽ ട്രയാങ്കിൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, പാസ്കൽ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാവും. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. 1 1 1 2 1 1 3 3 1 1 4 6 4 1 എന്നിങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തു പോവുക? പാസ്കൽ ട്രയാങ്കിൾ എഴുതി പോവുക. ബൈ ഹാർട്ട് ചെയ്തൊന്നുമല്ല, ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ ഡിജിറ്റും അവസാനത്തെ ഡിജിറ്റും 1 ആയിരിക്കും. അതങ്ങനെ തന്നെ വരുള്ളൂ. ഈ 1 ഞാൻ അങ്ങനെ ഇങ്ങോട്ട് ഇറക്കിയിട്ടു. അതാണ് ഈ 1 എന്ന് പറയുന്നത്. ഇനി എന്താ? 1 + 1 ഈ 1ഉം ഈ 1ഉം കൂടി കൂട്ടി, അതാണ് എന്തെന്ന് പറയുന്നത്? ഈ 2 എന്ന് പറയുന്നത്. 1 എന്ത് ചെയ്തു? അതുപോലെ ഇറക്കിയിട്ടു. എഗെയിൻ 1 ഞാൻ ഇറക്കിയിട്ടു. 1 + 2 അല്ലെങ്കിൽ 2 + 1 2 + 1 3 കിട്ടി. 1 + 2 3 കിട്ടി. 1 അതുപോലെ ഇറക്കിയിട്ടു. 1 അതുപോലെ ഇറക്കിയിട്ടു. 3 + 1 4 കിട്ടി. 3 + 3 6 കിട്ടി. 1 + 3 4 കിട്ടി. 1 കിട്ടി. ഇനി അടുത്തത് വേണമെങ്കിൽ എഴുതാം. 1 4 1 5 6 4 10 4 6 10 1 4 5 1 ഇങ്ങനെ എഴുതിയാൽ എന്ത് ചെയ്താൽ ഇങ്ങനെ എഴുതിപ്പോവാം. ഇത് ബേസിക്കലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 11/1 ആണ് ഈ 11 എന്ന് പറയുന്നത്. 11² ആണ് ഈ 121 എന്ന് പറയുന്നത്. 11/3 ആണ് ഈ 1331 എന്ന് പറയുന്നത്. 11/4 ആണ് ഈ 14641 എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി 11/5 ആണ് എന്ന് പറയുന്നത്. 1 5 10 10 5 1 എന്ന് പറയുന്നത്. എത്ര വേണേലും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എഴുതി പോകാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാസ്കൽ ട്രയാങ്കിളും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ നോക്കുന്നത്. ഒരു പ്രോബ്ലം എടുത്ത് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. 5000 രൂപ 2 വർഷത്തേക്ക് 10% പലിശയ്ക്ക് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ ആദ്യത്തെ കാര്യമൊന്നുമില്ല. ഈ ആദ്യത്തെ നമ്മൾ നോക്കുന്നില്ല. ഈ 11² കണ്ടോ? ഈ ഒരു 2 എന്നുള്ളത് കണ്ടോ? 2 വർഷത്തേക്കാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കോഡ് 1 to 1 ആണ്. 3 വർഷത്തേക്കാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കോഡ് 1331 ആണ്.
4 വർഷത്തേക്കാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കോഡ് 14641 ആണ്. 5 ആണെങ്കിൽ 5 വളരെ അപൂർവമായി ചോദിക്കാറുള്ളൂ. 15101051 ആണ്. ഈ 2 3 നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ 11 സ്ക്വയർ ആണ്. 11 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 to 1 ആണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 2 സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 5000 ഇൻറ്റു എത്രയാണ് പലിശ പറഞ്ഞിരിക്കുന്നത്? 10% പലിശ പറഞ്ഞിരിക്കുന്നത്. അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടുവയ്ക്കും. 5000 ഇൻറ്റു 10/100 ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ 50 ഇൻറ്റു 10 നമുക്ക് ആൻസർ എത്രയാണെന്ന് കിട്ടും? 500 ആണെന്ന് കിട്ടും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആദ്യം കാണുന്ന ഈ ഒന്നുകളെല്ലാം ഡമ്മികളാണ്. നമുക്ക് അവരെ കൊണ്ട് എന്തില്ല, യാതൊരു ഉപയോഗമില്ല. അതെന്ത് ചെയ്യുക, അങ്ങോട്ട് മാറ്റി വയ്ക്കുക. രണ്ടാമത് കാണുന്നത് എന്താ? 2 ആണ്. ആ 2 വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 500 ഇൻറ്റു 2 1000. എന്താ ഞാൻ പറഞ്ഞത്? ആദ്യം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന പ്രിൻസിപ്പിൾ 5000 ആണ്. അതിൻ്റെ 10% കണ്ടു, നമുക്ക് 500 എന്ന് കിട്ടി. ഇതിൽ ആദ്യത്തെ ഒന്ന് ഞാൻ നിങ്ങളോട് നോക്കുകയോ വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നിങ്ങളോട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു. 500 ഇൻറ്റു 2 എത്രയാന്ന് കിട്ടി? 1000 കിട്ടി. രണ്ടാമത് ചെയ്യേണ്ട കാര്യം നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 500 താഴത്തേക്ക് ഇറക്കിയിടുക. 500 എഗെയിൻ 500ൻ്റെ 10% കണ്ടുപിടിക്കുക. 10 എന്ന് പറയുന്നത് എന്താ? ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ, അതിലൊന്നും ഡൗട്ടില്ലല്ലോ. 500 ഇൻറ്റു 10/100. 500 ഇൻറ്റു 10/100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 5 ഇൻറ്റു 10 50 എന്ന ആൻസർ കിട്ടും. 1 to 1 നമ്മൾ 1 വേണ്ടാന്ന് പറഞ്ഞു. 2 നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചു. ഇനി എന്താ ബാക്കിയുള്ളത്? 1 ആണ് ബാക്കിയുള്ളത്. 50 ഇൻറ്റു 1 എത്ര വരും? 50 വരും അല്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 5000 രൂപ 2 വർഷത്തേക്ക് 10% പലിശയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാം. ഈ 1000ഉം ഈ 50ഉം കൂടി കൂട്ടിയാൽ കിട്ടുന്ന 1050 രൂപയായിരിക്കും എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. എന്താ നമ്മൾ ചെയ്തത്? 2 വർഷത്തെ കാണാനായിട്ട് നമ്മൾ 1 to 1 എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചു. ആ 1 to 1 ഉപയോഗിക്കാനായിട്ട് നമ്മൾ ചെയ്ത കാര്യം, ആദ്യം നമ്മൾ 5000ൻ്റെ 10% കണ്ടുപിടിച്ചു. 5000ൻ്റെ 10% കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 500 എന്ന് കിട്ടി. ആ 500നെ നമ്മൾ 1 to 1 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 1000 കിട്ടി. 500 നമ്മൾ താഴേക്ക് ഇറക്കിയിട്ടു. 500 ഇൻറ്റു 10 കണ്ടു, 50 കിട്ടി. 50നെ നമ്മൾ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 2 വർഷത്തെയാണ് നമുക്ക് കാണാനുള്ളതെങ്കിൽ നമുക്ക് എത്ര വാല്യൂസ് ആഡ് ചെയ്യാനുണ്ടാവും? 2 വാല്യൂസ് ആഡ് ചെയ്യണ്ടാവും. ഇനി 3 വർഷത്തെയാണ് കാണുന്നതെങ്കിൽ 1331 വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ ഒന്നില്ലല്ലോ. അപ്പോൾ എത്ര നമുക്ക് ആഡ് ചെയ്യാനുണ്ടാവും? 3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യാനുണ്ടാവും. 3 എണ്ണത്തിൻ്റെ വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യാനുണ്ടാവും. അത് നമുക്ക് വഴിയെ എന്ത് ചെയ്യാം? ആ പ്രോബ്ലം നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ മെത്തേഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രോബ്ലംസ് ഇനി നമ്മൾ ചെയ്യുന്നുണ്ട്, പേടിക്കേണ്ട. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ക്ലിയർ ആവും. ഇല്ലെങ്കിൽ തന്നെ ഒന്ന് ബാക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യുക? ഒന്ന് തിരിച്ച് ഈ പ്രോബ്ലത്തിലോട്ട് വരിക. ഒന്ന് കണ്ടതിന് ശേഷം വീണ്ടും ഇങ്ങോട്ട് വരിക. അപ്പോൾ ഈ പാസ്കൽ ട്രയാങ്കിൾ മെത്തേഡ് മനസ്സിലായില്ല. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാസ്കൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ മെത്തേഡിന് വലിയൊരു ഡ്രോബാക്ക് ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ പറഞ്ഞാൽ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുമെങ്കിലും ടൈം പീരീഡ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഈ മെത്തേഡ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കാണാൻ പറ്റില്ല. അതിന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ടൈം പീരീഡ് തന്നിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതിൽ ഏതാ കോഡ് എടുക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എന്ത് വരും? പ്രശ്നങ്ങൾ വരും. അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എന്തില്ല, ഈ മെത്തേഡ് ഡയറക്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഏറ്റവും നല്ല മെത്തേഡാണെന്ന് വെച്ച് ഞാൻ പറയും അത് പാസ്കൽ ട്രയാങ്കിളാന്ന്. അപ്പോഴും എനിക്കൊരു മടി ഉണ്ടാവും. കാരണം ഞാൻ ഇഫക്റ്റീവ് പെർസെൻറ്റേജ് അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന മെത്തേഡാണ് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നത് ചെയ്യാനായിട്ട്. എങ്കിലും വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ പാസ്കൽ ട്രയാങ്കിൾ എന്ത് തന്നെയാണ്? നല്ലൊരു ഹെൽപ്പിംഗ് ഹാൻഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഫോർമുല വെച്ച് നോക്കി, ദെൻ നമ്മൾ പാസ്കൽ ട്രയാങ്കിൾ നോക്കി. ഇനി ഇഫക്റ്റീവ് പെർസെൻറ്റേജ് നോക്കാനുണ്ട്. ഞാൻ ആ ഇഫക്റ്റീവ് പെർസെൻറ്റേജിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് കൺവെൻഷനലി കൂടി ചെയ്യാം അല്ലെ. ആ ഫോർമുല വെച്ച് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാനിത് മായ്ക്കുന്നുണ്ട്. ഫോർമുല വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് P ഇൻറ്റു 1 + R/100 ഹോൾ റേസ് ടു n ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇവിടെ പ്രിൻസിപ്പിൾ എത്രയാ? 5000 ആണ്. 5000 ഇൻറ്റു 1 റേറ്റ് എത്രയാണ്? 10/100 ആണ്. ഹോൾ റേസ് ടു n എത്രയാ? 2 ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? 5000 ഇൻറ്റു 110/100 ഇൻറ്റു 110/100 വരും. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6050 ആയിരിക്കും. അത് മറക്കരുത്. 6050 എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? 6050 എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര വരും? 6050 മൈനസ് 5000 1050 വരും. എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാത്തതെന്ന് മനസ്സിലായില്ലേ? ചടങ്ങാണ്. ഇത്രയും വലിയ കാൽക്കുലേഷനൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ചെയ്യേണ്ടി വരും. അതിന് 4 സമയം ഉണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് മെത്തേഡിലും ചെയ്യാം, അല്ലെങ്കിൽ എവിടെയും ചെയ്യാം. പാസ്കൽ ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ 2 രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തു. പാസ്കൽ ട്രയാങ്കിൾ വെച്ച് നമ്മൾ ചെയ്തു, കൺവെൻഷനലായിട്ട് നമ്മൾ ചെയ്തു. എല്ലാം കൂടി ഓവർലോഡ് ആവുന്നുണ്ടാവും ചിലപ്പോൾ, എനിക്കറിയാം. പക്ഷേ പ്രോബ്ലം ചെയ്യുമ്പോൾ ശരിയായിക്കോട്ടെ. ഒക്കെ ഒന്നിപ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കയറ്റി വയ്ക്കുക. അത് നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് പ്രോപ്പറായിട്ട് വെക്കേണ്ടടുത്ത് കറക്റ്റായിട്ട് വഴിയെ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് വെച്ച് പോവാം. അപ്പോൾ ഇത് രണ്ടും പഠിച്ചില്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫക്റ്റീവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഓവറോൾ പെർസെൻറ്റേജിൽ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യാനുള്ളത്? നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതും വളരെ സിമ്പിളാണ്, ഒരു പണിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 10% ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വിചാരിക്കുക. 10% ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ
ആദ്യത്തെ വർഷം എത്ര കൂടും? 10% കൂടും. രണ്ടാമത്തെ വർഷം വീണ്ടും എത്ര ശതമാനം കൂടും? അതിൻ്റെ 10% കൂടും. അപ്പോൾ ആദ്യം 10% കൂടി പിന്നീട് 10% കൂടി എന്നാണെങ്കിൽ ഓവറോൾ പെർസെൻറ്റേജ് ചേഞ്ച് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ആദ്യം X% കൂടി പിന്നെ Y% കൂടി, അങ്ങനെയാണെങ്കിൽ ഓവറോൾ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? X + Y + X/100 ആണ്. അല്ലെങ്കിൽ നമ്മൾ ചെയിൻ മെത്തേഡ് പഠിച്ചിരുന്നു അല്ലേ? 100 10%, 100ന്റെ 10 10 തന്നെയാണ്, 110 കിട്ടി. പിന്നീട് 110ന്റെ 10%, 110ന്റെ 10% എന്ന് പറയുമ്പോൾ 11 വരും, 121 കിട്ടി. അതായത് ഓവറോൾ ഗ്രോത്ത് എത്രയാണെന്ന് മനസ്സിലായി? 21% മനസ്സിലായി. ഇവിടെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 10 + 10 + 10 × 10/100 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? 21% മനസ്സിലായി. എന്താ ഇപ്പോൾ 21 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നിങ്ങൾ ആലോചിച്ചാൽ മതി. 10% പലിശയ്ക്ക് ഒരാൾ 2 വർഷത്തേക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, CAയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 21% അയാൾക്ക് തിരിച്ചു കിട്ടും. ഒന്നുകൂടി SIയിൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ ലോജിക്ക് എന്തായിരുന്നു? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ എത്ര % ആണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളതായിരുന്നു നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തത്, SIയിൽ വർക്കൗട്ട് ചെയ്തത്. അത് കാണാൻ അവിടെ സിമ്പിളായിട്ട് നമ്പർ ഓഫ് ഇയേഴ്സിന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അത്രയും % നമുക്ക് കിട്ടുമെന്നും പറഞ്ഞു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ % കണ്ടുപിടിക്കണം. അത് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ചുമ്മാ നമ്പർ ഓഫ് ഇയേഴ്സിന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെയ്യണം. അതായത് 10% പലിശയ്ക്ക് 2 വർഷത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ, അയാൾ കടമെടുത്ത എമൗണ്ടിന്, ഇയാൾ കടം വാങ്ങിച്ച എമൗണ്ടിൻ്റെ, കടം കൊടുത്ത എമൗണ്ടിൻ്റെ 21% കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇൻവെസ്റ്റ് ചെയ്ത 6% പലിശയ്ക്കാണെങ്കിലോ 6% പലിശയ്ക്ക് 2 വർഷത്തേക്ക് കിട്ടുമെന്ന് വിചാരിക്കുക. എത്ര വരും? 6 + 6 + 6 × 6/100 വരും. അതായത് എത്ര % വരിക? 12.36% വരും അല്ലേ? 7 ആണെങ്കിലോ 7 + 7 14, 7 × 7 49. എത്ര ശതമാനം തിരിച്ചു കിട്ടും? 14.49% തിരിച്ചു കിട്ടും അല്ലേ? ഇങ്ങനെയല്ലേ ഓവറോൾ % വരിക, ഇങ്ങനെയല്ലേ എഫക്റ്റീവ് % വരിക. അപ്പോൾ ഇതായിരിക്കും നമ്മൾ പൂർണ്ണമായും അല്ലെങ്കിൽ മജോറിറ്റി ഓഫ് ദ പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്, വളരെ ലോജിക്കലാണ്, കൺവീനിയൻ്റ് ആണ്. പക്ഷേ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനെ പിടിക്കണം? പാസ്കൽ ട്രയാങ്കിൾ തന്നെ പിടിക്കണം. ഓവറോൾ % നമുക്കൊരു അപ്രോക്സിമേറ്റ് വാല്യൂ എത്തിക്കാനേ പറ്റുള്ളൂ. വേണമെങ്കിൽ മുഴുവൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത് ഭയങ്കര ഫുളിഷ്നെസ് ആയതുകൊണ്ട് നമ്മളൊരു റേഞ്ചിലുള്ള വാല്യൂ എത്തിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ പരിപാടി അവസാനിപ്പിക്കും. അപ്പോൾ ഇപ്പോൾ ഈ 2 വർഷത്തെ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇനി 3 വർഷത്തെ ആണെങ്കിലോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരാൾ 10% പലിശയ്ക്ക് 3 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അയാൾ കിട്ടാൻ പോകുന്ന ഓവറോൾ % എന്താണ്? 10% പലിശയ്ക്ക് 3 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം ഒന്നുമില്ല. എന്താണ്? ആദ്യം 10% കൂടി, രണ്ടാമത് 10% കൂടി, മൂന്നാമതും എന്ത് കൂടുന്നു? 10% കൂടുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ നിന്ന് ഞാനൊരു 10 കൂടി വരയ്ക്കേണ്ടി വരും അല്ലേ? 10 കൂടി 121 ആയി, 121 വീണ്ടും ഒരു 10% കൂടി, 12.1 കൂടി, ഇവിടെ എത്ര വരും? 133.1 വരും. അതായത് 33.1% ഗ്രോത്ത് ആണെന്നുള്ളത് നമുക്ക് പറയാം. ഇനി ഇവിടെ ആണെങ്കിലോ നമുക്കറിയാം എന്ത് ചെയ്യണം? രണ്ടാമത് വീണ്ടും ചെയ്യണം. 21 + 10 + 21 × 10/100 % ക്ലാസ് കണ്ടിട്ടാണല്ലോ എല്ലാവരും ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. അത് മൊത്തം ഇവിടെ നമുക്ക് പറയാനും പറ്റില്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 33.1% ഗ്രോത്ത് കിട്ടും. അതായത് അയാൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അതിൻ്റെ 33.1% ഇയാൾക്ക് എന്തായിട്ട് തിരിച്ചു കിട്ടും? ഇൻട്രസ്റ്റ് ആയിട്ട് തിരിച്ചു കിട്ടും എന്നുള്ള ലോജിക്ക് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും 10 ആകുമ്പോഴൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇപ്പോൾ 7% 3 വർഷത്തേക്ക് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം വരും. അപ്പോൾ അതിന് ഞാൻ ഒരു തരികട പരിപാടി പറഞ്ഞുതരാം. വളരെ ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അതെല്ലാം ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. ഞാനിവിടെ ഒരു വലിയൊരു ടേബിൾ തന്നെ തന്നിട്ടുണ്ട്. ഇതിൽ 2 വർഷത്തെ നിങ്ങൾ എല്ലാവരും ചെയ്യും. ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്, യാതൊരു ബുദ്ധിമുട്ടില്ല. അത് എങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. 2% അല്ലേ? 2 കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? 2 വർഷം, 2 + 2 + 2 × 2/100 അല്ലേ? ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഈ 2 + 2 ആണ് ഈ 4. ഈ 2 × 2 എന്ന് പറയുന്നത് 0.4 ആണ്. അതാണ് ഇവിടെ കാണുന്ന 4.04. അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് ആ 2 + 2ഉം ഈ 0.4 എന്ന് പറയുന്നത് 2 × 2 ആണ്. ഇത് അടുത്തതിലോട്ട് വന്നു. അതൊന്നുകൂടി ക്ലിയർ ആയിട്ട് കിട്ടും. 3 അല്ലേ? ഇത് 3 + 3 ആണ്. 6 എന്ന് പറയുന്നത് എന്താ? 3 + 3 ആണ്. 0.9 എന്ന് പറയുന്നത് എന്താ? 3 × 3 ആണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഈസി ആയിട്ട് കിട്ടും. 4 എടുത്തോ. ആദ്യം കാണുന്ന ഈ 8 എന്ന് പറയുന്നത് എന്താ? 4 + 4 ആണ്. 0.16 എന്ന് പറയുന്നത് എന്താ? 4 × 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നോക്കാതെ പറഞ്ഞ് 8ൻ്റെ എത്ര വരും? 8 + 8 16, 8 × 8 64. അപ്പോൾ 16.64% നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഐഡിയ മനസ്സിലായോ? ഇത് 5 ആകുമ്പോൾ 5 + 5 10, 5 × 5 25, 10.25%. ഇത് നമ്മൾ മറ്റേ രീതിയിൽ ചെയ്താൽ അത് തന്നെയല്ലേ വരാൻ പോകുന്നത്. 5 + 5 + 5 × 5/100 ചെയ്താൽ എന്തിനെ വരാൻ പോകുന്നത്? അത് തന്നെ വരാൻ പോകുന്നത്. അപ്പോൾ 6 ആണെങ്കിലോ 6 + 6 12, 6 × 6 36. 7 ആണെങ്കിലോ 7 + 7 14, 7 × 7 49. 8 ആണെങ്കിലോ 8 + 8 16, 8 × 8 64. 9 ആണെങ്കിലോ 9 + 9 18, 9 × 9 81. 10 ആണെങ്കിലോ 10 + 10 20, 10 × 10 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ്. അവിടെയാണ് പ്രശ്നം. 10 × 10 എന്ന് പറയുമ്പോൾ എന്താ? 0.10 × 0.10 അവിടെ എന്ത് വരും? 20 + 1 ആണ് വരിക. അങ്ങനെയാണ് അത് എന്തായിട്ട് മാറുന്നത്? 21% മാറുന്നത്. 11 ആണെങ്കിലോ
11 + 11 22 വരും, പ്ലസ് 11 × 11 എത്രയാണ് 1.21, 22 + 1.21 ആണ് ഏതെന്ന് പറയുന്നത് 23.21% എന്ന് പറയുന്നത്. 12 ആകുമ്പോൾ 12 + 12 24 പ്ലസ് 12 × 12 144. 12 × 12 144 എന്ന് പറയണമെങ്കിൽ എന്തറിയണം? സ്ക്വയർ അറിയണം. അപ്പോൾ 1.44 25.44. 13 + 13 26 പ്ലസ് 13 × 13 169, അതായത് 1.69 എത്രയാണെന്ന് കിട്ടി? 27.69. 14 + 14 28, 14 × 14 186, 196, 28 + 1.96 അതാണ് എന്ന് പറയുന്നത് 29.96 എന്ന് പറയുന്നത്. 15 + 15 30, 15 × 15 225 100 2.25 എത്ര കിട്ടും? 32.25 നമുക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്താൽ ജസ്റ്റ് ആ ഡെസിമൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെ വാല്യൂസ് ഏത് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്ക്വയർ അറിയുന്നവരെ ചെയ്യാൻ പറ്റും. 3 ആണ് നമുക്ക് ആവശ്യമുള്ളത്. 3 നിങ്ങൾ പഠിക്കുക തന്നെ വേണം. 3 നമുക്ക് വിഴുങ്ങാൻ ഒന്ന് രണ്ട് ചെറിയ തരികട ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അത് പഠിച്ചിരിക്കുന്നതാണ് എന്ത് പറയുന്നത് എപ്പോഴും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഇപ്പോൾ 2 ആണെങ്കിൽ 2ൻ്റെ 6.12% വരെ. ഞാനത് എങ്ങനെയാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 6 എന്ന് പറയുന്നത് 2 × 3 ആയിട്ട് ആലോചിക്കുക. അത് എല്ലായിടത്തും നടക്കില്ല കേട്ടോ, വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രം. ബൈഹാർട്ട് ചെയ്യണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. 2 അല്ലേ, നമ്പർ ഓഫ് ഫേസ് 2 അല്ലേ, 2 × 3 6. പിന്നെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 6 × 2 അതാണ് ഈ 0.12 എന്ന് പറയുന്നത്. 2 × 3 6, 6 × 2 12. ഇവിടെ 9 അല്ലേ, അപ്പോൾ 3 × 3 3 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 × 3 ആണ് ഏതെന്ന് പറയുന്നത് ഈ 9 എന്ന് പറയുന്നത്. 9 × 3 ആണ് ഏതെന്ന് പറയുന്നത് ഈ 0.27 എന്ന് പറയുന്നത്. അതായത് 3 × 3 ഈ 3 ഇയേഴ്സും ഈ 3ഉം അതാണ് ഈ 3 × 3 9. പിന്നെ അടുത്തത് 9 × 3 27. ഇത് അടുത്തത് ഒന്നുകൂടി ഞാൻ പറയാം. 3 ഇയേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 4% എത്രയായിരിക്കും വെച്ചിരിക്കുന്നത്? 3 × 4 12, 3 × 4 12. അടുത്തത് 12 × 4 48, 12 × 4 48, അതാണ് 12.48%. എല്ലായിടത്തും നടക്കില്ല, ഇപ്പോൾ സ്റ്റക്കാവും. 3 × 5 ആണ് ഈ 15 എന്ന് പറയുന്നത്. 3 വർഷം 5%. 3 × 5 15, 15 × 5 ആണ് ഏതെന്ന് പറയുന്നത് 15 × 5 ആണ് ഏതെന്ന് പറയുന്നത് 75 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 15.75%. രണ്ടും തന്നെയാണ്, സെയിം തന്നെയാണ്. ഇവിടെ നിന്നിട്ടൊക്കെ തെറ്റി തുടങ്ങും. അപ്പോൾ അത് വിഴുങ്ങാന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ കുറച്ചെണ്ണത്തിന് ഞാൻ ഒരു സ്റ്റാർട്ടിങ് തന്നു എന്നുള്ളതിൽ. ഇവിടെ നിന്ന് അങ്ങോട്ടും അങ്ങനെ പറയാം, പക്ഷേ ഇത് കൺഫ്യൂസിംഗ് ആണ്. അതിനേക്കാളും ബെറ്റർ നമ്മൾ മനസ്സിലത് ആലോചിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. 3 × 6 18 വരും, ദെൻ 18 × 3 54 വരും. അപ്പോൾ അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ നിന്ന് വന്നു തുടങ്ങും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇത് ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക. അതായത് എങ്ങനെ ഇത് ബൈഹാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2 രീതിയിലും കിട്ടണം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 9% പലിശയ്ക്ക് ഞാൻ 3 വർഷത്തേക്ക് CA ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപയാണ്, എത്ര ശതമാനമാണ് തിരിച്ച് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 2 വർഷത്തെ ആണെങ്കിൽ നിങ്ങൾ എന്നോട് ഇൻസ്റ്റൈറ്റ് പറയും 9 + 9 18, 9 × 9 81, 18.81% എന്ന് പറയും. 3 ആണെങ്കിൽ ഉടനെ നിങ്ങൾ പറയണം സാർ അത് 29.50% ആണെന്ന് പറയണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കുറേ ഇഷ്ടം പോലെ പ്രോബ്ലംസ്. ഇത് ഇവിടെ മാത്രമല്ല, പേഴ്സൻറ്റേജിലും ആക്ച്വലി നമുക്ക് പലയിടത്തും ഉപകരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ പരിപാടി തീരും. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ ഫിക്സ് ചെയ്ത് വെക്കുക. ഈ ഓരോ വാല്യൂസും പഠിക്കുക. 5 ആണെങ്കിൽ 19.10 ആണ്, 6 ആണെങ്കിൽ 19.10 ആണ്, 7 ആണെങ്കിൽ 22 ആണ്, 8 ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 26 ആണ്, 9 ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 30 ആണ്, 10 ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 33 ആണ്, 11 36 ആണ്, 12 40.49, 13 44.59, 14 48.51, 15 52. ഇതിന് ഇനിയും 1-2 മെത്തേഡൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാനതിന് പറയാൻ നിൽക്കാത്തത്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യുക? ഇത് വർക്കൗട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബൈഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ 3 മെത്തേഡുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫോർമുല മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. P × 1 + R/100 ഹോൾ റേഷ്യോനാണ് നമ്മൾ പ്രോബ്ലം ചെയ്തു. പാസ്കൽ ട്രയാങ്കിൾ നമ്മൾ ചെയ്തു. ഓവറോൾ പെർസെൻറ്റേജ് നമ്മൾ ചെയ്തിട്ടില്ല. ഓവറോൾ പെർസെൻറ്റേജിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ചെയ്ത സെയിം പ്രോബ്ലം തന്നെ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? ഓവറോൾ പെർസെൻറ്റേജിൽ ചെയ്ത് നോക്കാം. അപ്പോൾ 2 വർഷം 10% വളരെ ഈസി ആയിട്ട് അറിയാം. 10 + 10 × 10/100 ആണ് എന്ത് വരാൻ പോകുന്നത്? 5000ൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പളിൽ ഇത്രയും പെർസെൻറ്റേജ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്? തിരിച്ച് കിട്ടാൻ പോകുന്നത്. അതായത് എത്ര ശതമാനം തിരിച്ച് കിട്ടും? 21% തിരിച്ച് കിട്ടും. എന്തിൻ്റെ 21%? ഇയാൾ ഇൻവെസ്റ്റ് ചെയ്ത 5000ൻ്റെ 21%. അതിപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കിട്ടില്ലേ? 21 × 50 1050 ആണ് എന്ത് കിട്ടാൻ പോകുന്നത്? ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ 3ലും ചെയ്തു, ഫോർമുലയിലും ചെയ്തു, പാസ്കൽ ട്രയാങ്കിളിലും ചെയ്തു, അതുപോലെ തന്നെ ഇഫക്റ്റീവ് പെർസെൻറ്റേജിലും ചെയ്തു. ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാം. ഇതുകൂടി നമുക്ക് 3 മെത്തേഡിലും ചെയ്യാം. ആദ്യത്തെ മെത്തേഡ്, ദ എമൗണ്ട് ഓഫ് ₹7,500 at CA at 4% per annum for 2 years. 7500 രൂപ, 4% പലിശ, 2 വർഷത്തേക്ക് എത്രയാണ് കിട്ടുകയെന്ന് ചോദിക്കുന്നത്. ആദ്യം ഫോർമുല പിടിച്ചോ. 7500 × P × 1 + R/100 ഹോൾ റേസ് ടു N ആണ് അല്ലേ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം
1+4/100 ഹോൾ സ്ക്വയർ എന്ന് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1+4/100 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 104/100 ആണ് വരും അല്ലേ? 104/100 × 104/100 ആണ്. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ ഫോമുല എഴുതാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ കൺവെൻഷണൽ ആയിട്ട് തന്നെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 + ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. 100 + ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 104/100. എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്കാണ്. അപ്പോൾ ഇൻറ്റു ഒരു 104/100 കൂടി. ഇനി സപ്പോസ് 3 വർഷത്തേക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു ഒരു 104/100 കൂടി ചെയ്യും. ഇവിടെ നമുക്ക് ചെയ്യേണ്ട എന്താ? 2 ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാം? പരിപാടി അവസാനിപ്പിക്കാം. ചെയ്യേണ്ടവർ ചെയ്തോളൂ. ഞാൻ ഈ മെത്തേഡ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാറില്ല. അടുത്ത നമുക്ക് ചെയ്യേണ്ടത് പാസ്കൽ ട്രയാങ്കിൾ ആണ്. പാസ്കൽ ട്രയാങ്കിൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പെർസെൻറ്റേജ് മെത്തേഡ് ചെയ്യാം. 4% അപ്പോൾ ഓവറോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 4 + 4 + 4 × 4/100 ആണ്. അപ്രോക്സിമേറ്റ്ലി എത്ര വരും? അപ്രോക്സിമേറ്റ്ലി 8.16% വരും. എന്തിൻ്റെ 8.16%? 7500 × 8.16/100. ഇതിപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഈ 75 × 8.16 ഒക്കെ കാണാൻ കഷ്ടപ്പാടല്ലേ? അതിന് നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ വെച്ച് കഴിഞ്ഞാൽ 75 × 8 കണ്ടാൽ മതി. എന്നിട്ട് ഓപ്ഷൻ പോകും. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാനായതുകൊണ്ടാണ് ഓപ്ഷൻ ഇടാതിരുന്നത്. 75 × 8 560, 5 × 8 40, 560 40 എത്രയാണ്? 600 ആണ്. ഇനി വേണമെങ്കിൽ ഈ 75 × 0.1 നിങ്ങൾ ചെയ്തോ, അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചാൽ മതി. ഇപ്പോൾ 600 നോക്കുക. 600 നമ്മുടെ ഓപ്ഷനിൽ ഇപ്പോൾ എങ്ങനെയുണ്ട്? 598 ഉണ്ട്, ഒരു 612 ഉണ്ടെന്ന് വിചാരിക്കുക. 612 എനിക്ക് ഇവിടെ ഞാൻ ആൻസർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡയറക്റ്റായിട്ട് പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണെങ്കിൽ ആൻസർ 612 പിക്ക് ചെയ്യുക. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 75ൻ്റെ 8% നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ? നമുക്ക് എത്ര കൂടി ഉണ്ട്? ഒരു 0.16 ഉണ്ട്. അപ്പോൾ 0.16 കൂടി വരുമ്പോൾ എന്ത് ചെയ്യും? 600-നേക്കാൾ കൂടിയ വാല്യൂ വരുള്ളൂ. എന്ത് കിട്ടും? 612 ആണെന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? 50% ഓപ്ഷൻ നോക്കി വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇനി ഇതൊക്കെ പോട്ടെ, നമ്മുടെ പാസ്കൽ ട്രയാങ്കിൾ ആണ് ചെയ്യുന്നെങ്കിലോ നമ്മുടെ കോഡ് എന്താ? 2 വർഷമാണ്, 1 to 1 ആണ്. എവിടെ നിന്നാണ് തുടങ്ങണ്ടേ? 7500 × 4/100. 7500 × 4/100 280 20 300 വരും അല്ലേ? ഇനി 300 എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? ഈ ഒന്ന് എന്താണെന്ന് പറഞ്ഞേ? ഡമ്മിയാണ്. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 300 × 2 600 കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ 300നെ താഴത്തേക്ക് ഇറക്കിയിടണം. 300 × 4/100 വീണ്ടും നമ്മൾ ചെയ്തു. ഇതും പോയി എത്ര കിട്ടി? 12 കിട്ടി. 12നെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 12നെ 2 ഓൾറെഡി കഴിഞ്ഞു, 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 12 × 1 12. എങ്ങനെ ചെയ്യണം നമ്മൾ പറഞ്ഞ്? ഈ 600 ഈ 12 ആഡ് ചെയ്യുക. 2 വർഷമല്ലേ? 2 വാല്യൂ ആഡ് ചെയ്യാനല്ലേ? 600 + 12 612 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഐഡിയ മനസ്സിലായില്ലേ? തന്നിരിക്കുന്ന നമ്പർ എത്രയാണോ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആ വാല്യൂ കിട്ടി, അതിനെ നമ്മുടെ കോഡിൽ ആ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അത് കിട്ടി, അത് നമ്മൾ അവിടെ ഇട്ടു. ദെൻ ആ ഇൻട്രസ്റ്റ് നമ്മൾ താഴത്തോട്ട് ഇറക്കിയിട്ടു. 300 × 4/100 12 വന്നു. 12 × 1 12 കിട്ടി. ആ 2 വാല്യൂ കൂടി ആഡ് ചെയ്തു. എന്തായി? നമ്മുടെ ആൻസറായി. അടുത്തത്, Ram invested rupees 13,500 at the rate of 20% CI. The interest being compounded annually. Find the amount he receives at the end of 3 years. 20 അല്ല, 10 മതി കേട്ടോ. 20 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. 20ൻ്റെയൊക്കെ നമുക്ക് ഗ്രാജുവലി ചെയ്യാം. 10ൻ്റെ അടുത്ത് നമുക്ക് തൽക്കാലം ചെയ്യാം. റാം 13,500 രൂപ 10% പലിശയ്ക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വർഷമാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ ഇയാൾ റിസീവ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോർമുല മെത്തേഡ് നമുക്കറിയാം. 13,500 × എങ്ങനെയാണ് വരിക? 110/100 അല്ലേ? 100 + ആ റേറ്റ് 110. എത്ര വട്ടം എഴുതണം? 3 വർഷമാണ്. സോ 3 വട്ടം എഴുതണം. ഇൻറ്റു 110/100 ഇൻറ്റു 110/100. ഇത് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് ആണ് കിട്ടുക. അത് മറക്കരുത്. ഇവിടെ കിട്ടുന്ന എന്താണ്? എമൗണ്ട് ആണ് കിട്ടുക. ഇനി അടുത്ത മെത്തേഡിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മുടെ ഫോർമുല മെത്തേഡാണ്. 10% എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ്? 10ൻ്റെ റേറ്റ് നമ്മൾ നമ്മുടെ ടേബിളിൽ പോകണം. ഇല്ലെങ്കിൽ നമുക്കറിയാം 33.1%. എത്ര വരുന്നത്? 33.1%. ഇത് മനസ്സിലുണ്ടെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഈ പ്രോബ്ലം എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? 13,500 ഇൻറ്റു 33.1/100 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഞാൻ കാൽക്കുലേഷൻ പാർട്ടിലോട്ട് പോകുന്നില്ല. പാസ്കൽ ട്രയാങ്കിളിനെ കൂടി ഞാൻ പറഞ്ഞുതരാം. പാസ്കൽ ട്രയാങ്കിൾ എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഡ് എന്താ വരിക? 3 ആണ് അല്ലേ? 1 1 1 to 1 2 വർഷത്തിനായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക? 1 3 3 1 ആണ് വരിക. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തു തുടങ്ങും? എങ്ങനെയാണ് നമ്മൾ ചെയ്തു തുടങ്ങുക? ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് 13,500ൻ്റെ എത്ര ശതമാനം കാണണം? 10% കാണണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ 135 × 10 എത്ര കിട്ടി? 1350 കിട്ടി. ഈ ഒന്ന് ഡമ്മിയാണ്. ഞാൻ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? അടുത്ത വാല്യൂ ആയിട്ടുള്ള 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 1350 × 3 3000 3900 150 എത്ര വരും? 4050 രൂപയാണ്
അവിടുത്തെ പലിശ എന്ന് വരുന്നത്. ഇനി എന്ത് ചെയ്യണം, ഏതാണ് ഇറക്കിയിടേണ്ടത്? പലരും തെറ്റിക്കാറുണ്ട് 4050 ഇറക്കിയിടും. അല്ല, മറക്കരുത്, ഏത് തന്നെയാണ് ഇറക്കിയിടേണ്ടത്? ആ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള വാല്യൂ ആണ് ഇറക്കിയിടേണ്ടത്. 1350 ഇറക്കിയിട്ടു. 1350 × 10/100 എത്ര വരും? 135 വരും. ഇതിനെയും എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു 3 കഴിഞ്ഞുള്ളൂ, അടുത്ത 3 അവിടെ ഇല്ലേ? 135 × 3 300 390 15 എത്ര വരും? 405 വരും. ഇനി എന്ത് ചെയ്യണം? 3 വർഷത്തെയാണ്. എത്ര വാല്യൂ ആയി? 2 വാല്യൂ ആയിട്ടുള്ളൂ. 3 പോയിട്ടുള്ളൂ. ആര് ബാക്കിയുണ്ട്? 1 ബാക്കിയുണ്ട്. അതിനുവേണ്ടി എന്തിറക്കിയിടണം? 135 ഇറക്കിയിടണം. 135 × 10/100 വരും. എന്ത് ചെയ്യും? 135/10 13.5 വരും. അവസാനം മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് 1 വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എന്ത് വരും? 13.5 വരും. ഇനി ഇൻട്രസ്റ്റ് കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? 4050 + 405 + 13.5 വരും അല്ലേ? 4050 + 405 + 13.5 വരും. 4400 4455 4465 4468.5 എന്ത് വരും? ആൻസർ വരും. ഇതാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഇയാൾക്ക് കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സെറ്റല്ലേ? എല്ലാ മെത്തേഡും മനസ്സിലായില്ലേ? ഇതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഡയറക്റ്റ് കാണാൻ നിൽക്കരുത്. ഈ പോയിന്റ് 1 നോക്കുക വേണ്ട. 135 × 33 ചെയ്യാം. 135 × 33 ചെയ്ത് കഴിഞ്ഞാൽ ഒരു 0.1 ഡിഫറൻസ് വരുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ആൻസർ പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സെറ്റല്ലേ? ഏത് വന്നാലും ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. കൺവെൻഷണൽ മെത്തേഡും നമ്മുടെ എല്ലാ മെത്തേഡും മനസ്സിലായില്ലേ? എല്ലാം കയ്യിൽ വേണം കേട്ടോ. എല്ലാം കയ്യിൽ വേണം. ഞാൻ വീണ്ടും പറയാണ്, SICI കറക്റ്റായിട്ട് മെരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം കയ്യിൽ വേണം. ഈ വാല്യൂസ് നിങ്ങൾ ബൈഹാർട്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ SICI സെറ്റാണ്. ഒരു പ്രശ്നമില്ലാതെ ഏത് പ്രോബ്ലം വന്നാലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടണം. 40.49% എന്ന് പറയുമ്പോൾ 12ന്റെ 3 വർഷം കൊണ്ടുള്ള ഓവറോൾ പെർസെൻറ്റേജ് ആണെന്നും തിരിച്ചറിയാൻ പറ്റണം. ഒപ്പം തന്നെ 12%ന്റെ 3 വർഷത്തെ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 40.49 ആണെന്നും എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങൾക്ക് പറയാൻ പറ്റണം. അങ്ങനെയെങ്കിൽ പരിപാടി വളരെ എളുപ്പമാണ്. ഇനി അടുത്ത ചോദ്യം. മനീഷ് ഡിപ്പോസിറ്റഡ് സം മണി ഇൻ എ ബാങ്ക് അറ്റ് ദ റേറ്റ് ഓഫ് 6% per annum for 2 years at CI. 2 വർഷത്തേക്ക് 6% പലിശയിൽ മനീഷ് കുറച്ച് എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു. ഹൗ മച്ച് മണി വാസ് ഡിപ്പോസിറ്റഡ് ഇഫ് ഹി ഗെറ്റ്സ് 11236 rupees ഓൺ മെച്യൂരിറ്റി? മെച്യൂർ ആവുന്ന സമയത്ത് ഇവന് 11,236 രൂപ തിരിച്ചു കിട്ടിയെങ്കിൽ മനീഷ് എത്രയാണ് ഡിപ്പോസിറ്റ് ചെയ്തതെന്ന് എന്തിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഫോർമുല മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കാം. അതിൻ്റെ പ്രശ്നം ഞാൻ കാണിച്ചു തരാം. A = 11,236. P എന്ന് പറയുന്നത് നമുക്കറിയില്ല. P × 1 + R എന്ന് പറയുന്ന റേറ്റ് എത്രയാണ്? 6/100 ഹോൾ സ്ക്വയർ വരും. അപ്പോൾ അതെങ്ങനെയാണ് വരിക? P × 106/100 × 106/100 വരും അല്ലേ? ഇനി ഇത് അങ്ങോട്ട് കൊണ്ടുപോകണം, ഇങ്ങോട്ട് കൊണ്ടുവരണം, ആകെ ചൊറയാണ്. അപ്പോൾ നമ്മൾ അതിനൊന്നും നിൽക്കണ്ട. ഇവിടങ്ങളിൽ നമുക്കറിയാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പ്രിൻസിപ്പിൾ ഇല്ല, അതുകൊണ്ട് നമുക്ക് എന്തുമില്ല, പാസ്കൽ ട്രയാങ്കിൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സൻറ്റേജ് പിടിക്കുക എന്നുള്ളതാണ്. 6% 2 വർഷം എത്രയാണ് ഓവറോൾ പേഴ്സൻറ്റേജ് വരിക? 6 + 6 + 6 × 6/100 എത്ര വരും? 12.36%. ഇയാൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 12.36% പലിശ കിട്ടുക. അപ്പോൾ പ്രിൻസിപ്പിൾ ഈസ് ഓൾവേസ് 100% നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? കഴിഞ്ഞ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിൻസിപ്പിൾ 100%, ഇൻട്രസ്റ്റ് 12.36%. അതായത് ഇവന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 112.36%. ആ എമൗണ്ട് എത്രയാണ് തന്നിട്ടുണ്ട്? 11,236 രൂപയാണ് തന്നിട്ടുണ്ട്. കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ പ്രിൻസിപ്പിൾ. 100% കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഈസി ആയിട്ട് ചെയ്തുകൂടെ? ഇതിങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 2 3 4 ആൻസർ എത്രയാണെന്ന് കിട്ടി? 10,000 ആണെന്ന് കിട്ടി. മനസ്സിലായോ? ഈ 100% പ്രിൻസിപ്പിളാണ്. ഈ 12.36% ഇയാൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടണ്ടേ? എമൗണ്ടാണ് കിട്ടണ്ടേ. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ 112.36 എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ആണ്. അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 11,236 ആണെന്ന്. കാണാൻ പറഞ്ഞത് പ്രിൻസിപ്പിളാണ്. സോ പ്രിൻസിപ്പൽ 100% എത്രയാണെന്ന് കിട്ടി? 10,000 ആണെന്ന് കിട്ടി. അടുത്ത ചോദ്യം. വാട്ട് സം ഓഫ് മണി അമൗണ്ട്സ് ഫോർ 320 in 2 years at the rate of 20% per annum? 20% പലിശയിൽ 2 വർഷം കൊണ്ട് 4,320 രൂപയാവുന്ന ആ പ്രിൻസിപ്പൽ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. 20% 2 വർഷം ഓവറോൾ പെർസെൻറ്റേജ് 44 വരും. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ബാക്കി നിങ്ങൾക്കറിയാം. എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. ക്ലാസ് കുറച്ച് നീണ്ടുപോയെന്ന് തോന്നുന്നു, പക്ഷേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നതുകൊണ്ടാണ്. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? നമുക്ക് കുറച്ചുകൂടി നല്ല പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോളൂ. ആൻസർ മറക്കാതെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഇത്രയും നേരം കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.